ഇന്ത്യയിൽ ഇതാ ജനാധിപത്യം അരങ്ങേറുകയാണ്. Z+ സുരക്ഷയുള്ള രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ ഡൽഹി പോലീസ് കഴിഞ്ഞ ദിവസം റോഡിലൂടെ വലിച്ചിഴച്ചപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്കുകളാണിത്. നമ്മുടെ രാജ്യത്ത് വിദ്യാർത്ഥികൾ തെരുവിലാണ്. ന്യായമായി ശബ്ദിക്കുന്നവർക്കെതിരെ പോലീസിൻ്റെ നരനായാട്ടാണ്. ഞങ്ങൾക്ക് നീതി വേണമെന്നാവശ്യപ്പെട്ടാൽ അവരെ പിടിച്ച് വലിച്ചിഴച്ച് പോലീസ് വാഹനത്തിൽ കയറ്റുന്നത് എന്തുതരം ജനാധിപത്യമാണ്? രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമെന്ന് പറയുന്ന തലസ്ഥാന നഗരി, ആ തലസ്ഥാന നഗരിയുടെ നടുവിലാണ് യൂണിഫോം ഇല്ലാത്ത ചിലർ ലാത്തിയുമായി പ്രതിഷേധക്കാരെ ആഞ്ഞടിക്കുന്നത്. ആംഡ് ഫോഴ്സ് യൂണിഫോം ഇട്ട പലരും നെയിം ബാൻഡ് ഇല്ലാതെയാണ്, ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെയാണ് പ്രതിഷേധക്കാരെ തല്ലിച്ചതക്കുന്നത്. സമരക്കാരെ നേരിട്ട ഡൽഹി പോലീസിൻ്റെ പല വെടിപ്പല്ലാത്ത ദൃശ്യങ്ങളും വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പാർലമെൻറ്റ് മാർച്ചിലെ ആക്രമണങ്ങളെ അടിയന്തിരമായി പരിഗണിക്കാൻ സുപ്രീം കോടതി തയ്യാറല്ലത്രേ. രാജ്യത്തെ യുവാക്കളെ തല്ലിച്ചതക്കുന്ന വീഡിയോകൾ കാണാൻ ചീഫ് ജസ്റ്റിസിന് സമയമില്ലത്രേ. ഈ രാജ്യത്തിൻ്റെ യുവതയെ ക്രോക്രോച്ച് എന്ന് ഓമനപ്പേരിട്ട് വിളിച്ചെല്ലാം തുടങ്ങിയ അതേ കോടതിയാണിത് എന്ന ഓർമ്മ വേണം. വാവിട്ട വാക്കുകൊണ്ടുണ്ടായ പൊല്ലാപ്പ് ചെറുതല്ലെന്ന് കോടതിക്ക് ഇപ്പോൾ ബോധ്യമായി കാണും. ഇനിയും സമയം കൊടുക്കേണ്ട എന്ന് തീരുമാനിച്ചതാകും. ഇപ്പോഴും ജന്തർ മന്ദറിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും യുവജനങ്ങളും വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് ആർക്കും പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. അത് നമ്മുടെ ഭരണഘടന അംഗീകരിച്ച അവകാശമാണ്. അങ്ങനെ പ്രതിഷേധിക്കുന്നവരെ ലാത്തിചാർജും ടിയർ ഗ്യാസും ഹറാസ്മെൻറ്റും ഉപയോഗിച്ച് നേരിടുന്നത് എന്ത് ജനാധിപത്യ മര്യാദയാണ്? വിദ്യാർത്ഥികളെ തെരുവിൽ കൈകാര്യം ചെയ്തതിന് കേന്ദ്രം മറുപടി പറഞ്ഞേ പറ്റൂ. കുറച്ച് ദൃശ്യങ്ങൾ കാണിക്കാം. സോഷ്യൽ മീഡിയയിൽ വൈറലായ ഈ വീഡിയോകൾ കണ്ടു നോക്കൂ. യൂണിഫോം ധരിക്കാത്ത ചില ആളുകൾ ലാത്തിയുമായി പ്രതിഷേധക്കാർക്കിടയിൽ പോലീസിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു. ഇവർ ആരാണ്? ഇവരുടെ ഐഡൻറ്റിറ്റി എന്താണ്? കളർ കുപ്പായവും ചെരിപ്പുമിട്ട് പോലീസിൻ്റെ ലാത്തി കൊണ്ട് സമരക്കാരെ നേരിടുന്നവർ ഇവർ ആരാണ്? ഇന്ന് ഹിന്ദുവിൽ പ്രസിദ്ധീകരിച്ച വാർത്തയാണിത്. പരിക്കേറ്റ ഒരാൾക്ക് പെല്ലറ്റ് ഗൺ മൂലം പരിക്കേറ്റതായി ലേഡി ഹാർഡിംഗ് മെഡിക്കൽ കോളേജിലെ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നു. ഡൽഹിയിൽ സുരക്ഷാ സേന പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ആദ്യത്തെ സംഭവമായിരിക്കും ഇത്. സമരത്തിനിറങ്ങിയ പെൺകുട്ടികളുടെ സ്വകാര്യ ഭാഗങ്ങൾ നോക്കി ലാത്തി കൊണ്ട് കുത്തുന്ന ഡൽഹി പോലീസിൻ്റെ മനോഭാവത്തെ എങ്ങനെ വിവരിക്കാനാണ്? ഒരു പ്രതിഷേധം കഴിഞ്ഞാൽ ആദ്യം തുടങ്ങുന്നത് എന്താണെന്നറിയുമോ? അത് നെറേറ്റീവുകളുടെ യുദ്ധമാണ്. ആരാണ് ആക്രമിച്ചത്? ആരാണ് പ്രകോപനം സൃഷ്ടിച്ചത്? ആരാണ് ഇര? ആരാണ് കുറ്റവാളി? ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് പിന്നീട് പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസത്തെ രാജ്യത്തെ പ്രമുഖ ചാനലുകളിൽ വന്ന വാർത്തകൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നുവെന്നറിയില്ല. നേപ്പാളിലും ബംഗ്ലാദേശിലും ഉണ്ടായതുപോലെ, ശ്രീലങ്കയിൽ സംഭവിച്ചതുപോലെ രാഷ്ട്രീയ അട്ടിമറികളും പ്രക്ഷോഭങ്ങളും ജൻസി കലാപം പോലെയൊന്ന് ഇന്ത്യയിൽ പുനഃസൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് റിപ്പബ്ലിക് ടിവിയിൽ ഇരുന്നു കൊണ്ട് അർണാബ് ഗോസ്വാമി വിളിച്ചു പറഞ്ഞത്. ABP ന്യൂസിൽ ഇരുന്നു കൊണ്ട് ചിത്ര ത്രിപാഠി ആരോപിച്ചത്. പ്രക്ഷോഭകർക്ക് വിദേശ ധനസഹായം ലഭിക്കുന്നുണ്ടെന്നാണ് അവർ ആരോപിക്കുന്നത്. പ്രക്ഷോഭത്തെക്കുറിച്ചുള്ള തെറ്റായ കണക്കുകളും വ്യാജ പ്രചരണങ്ങളും പരത്താൻ പാകിസ്ഥാനി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ സജീവമാണെന്നാണ് ന്യൂസ് 18 ഇന്ത്യ ചാനലിൽ ഇരുന്നു കൊണ്ട് അമാൻ ചോപ്ര വാദിക്കുന്നത്. വിദ്യാർത്ഥികളുടെ യഥാർത്ഥ ആവശ്യങ്ങൾ മറച്ചുവെച്ച് പ്രക്ഷോഭം മോദി വിരുദ്ധ ഗ്രൂപ്പുകളും അർബൻ നക്സലുകളും ആം ആദ്മി പാർട്ടി മെഷീനറിയും ഒക്കെ ചേർന്ന് ഹൈജാക്ക് ചെയ്തുവെന്നാണ് DD ന്യൂസിൽ ഇരുന്നു കൊണ്ട് സുധീർ ചൗധരി പറയുന്നത്. സമരക്കാരെ വിദ്യാർത്ഥികളുടെ വേഷമിട്ട ഗുണ്ടകളെന്ന്, പ്രൊഫഷണൽ കല്ലേറുകാരാണെന്ന്, പത്തർബാസാണെന്ന് വിശേഷിപ്പിക്കുകയാണ് അവർ. പക്ഷേ സമരമുഖത്തു നിന്നും നൂറുകണക്കിന് മൊബൈൽ ഫോണുകൾ, ലൈവ് സ്ട്രീമിങ്ങുകൾ, സ്വതന്ത്ര മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ എല്ലാവരും ചേർന്ന് ഗോദി മീഡിയയുടെ ഈ നെറേറ്റീവുകളെ മുഴുവൻ തൽസമയം പൊളിച്ചെടുക്കുന്ന ദൃശ്യങ്ങൾ ജന്തർ മന്ദറിൽ നിന്ന് വരുന്നുണ്ട്. സമരം പ്രതിപക്ഷ പാർട്ടികൾ ഏറ്റെടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കെതിരായ നടപടിയെ വിമർശിക്കുന്നുണ്ട്. പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ ഒരുപക്ഷെ അധികാരത്തിന് കഴിഞ്ഞേക്കും. ആശയങ്ങളെ അടിച്ചമർത്തുക എന്നത് പക്ഷേ അതത്ര എളുപ്പമല്ല. പ്രതിഷേധമെന്നത് ആളുകളുടെ എണ്ണം കൊണ്ടല്ല അളക്കപ്പെടുന്നത്. അടിച്ചോടിച്ചാൽ, പിരിച്ചുവിട്ടാൽ അതോടെ പ്രതിഷേധം അവസാനിക്കുമെന്നത് വ്യാമോഹം മാത്രമാണ്. സാധാരണ സർക്കാർ ഇങ്ങനെ അവഗണിച്ചു തള്ളാറുണ്ട്, അങ്ങനെ കണക്കുകൂട്ടാറുണ്ട്. പക്ഷേ ഇത് ക്രോക്രോച്ചുകളാണ് സർ. രാജ്യത്തിൻ്റെ ഭാവിയാണ് സർ. അധികാരത്തിലിരിക്കുന്ന നിങ്ങൾ ഒടുങ്ങി ഓർമ്മയായാലും ഈ രാജ്യത്ത് ഇതുപോലെ തന്നെ തുടരാൻ കെൽപ്പുള്ളവരാണ് സർ ഈ കോക്രോച്ചുകൾ. പ്രതിഷേധക്കാർക്ക് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓർഡർ ചെയ്ത ഭക്ഷണപ്പൊതികളുമായി സ്വിഗ്ഗി, സൊമാറ്റോ ഡെലിവറി തൊഴിലാളികൾ കൂട്ടത്തോടെ ജന്തർ മന്ദറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ നിങ്ങൾ? എല്ലാ ജനകീയ പ്രക്ഷോഭങ്ങളുടെയും ഒരു പ്രത്യേകതയാണത്. ഒരു നേതാവിനെയും ആശ്രയിച്ചല്ല അവ മുന്നോട്ട് പോകുന്നത്.
അവിടെ എല്ലാവർക്കും ഒരേ ഒരു വികാരമാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചാലും ഇല്ലെങ്കിലും രാജ്യത്തെ എല്ലാ പ്രശ്നങ്ങളും ഈ സമരം കൊണ്ട് തീരാൻ പോകുന്നില്ല. ശ്രീലങ്കയിൽ നടന്നതുപോലെ, ബംഗ്ലാദേശിലോ നേപ്പാളിലോ സംഭവിച്ചതുപോലെ ഒരു സർക്കാർ ഒറ്റ രാത്രി കൊണ്ട് തകർന്നു വീഴാനും പോകുന്നില്ല. പക്ഷേ ഇവിടെ വലിയൊരു മാറ്റം സംഭവിക്കുന്നുണ്ട്. അത് നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. പല കാരണങ്ങളാൽ മിണ്ടാതിരുന്ന പലതും ഇന്ത്യയിൽ ഒച്ചയിട്ട് തുടങ്ങിയിട്ടുണ്ട്. രാജ്യത്തെ മിഡിൽ ക്ലാസ് തങ്ങളുടെ അസ്വസ്ഥത തുറന്നു പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. രാഷ്ട്രീയം പറഞ്ഞിട്ട് തങ്ങൾക്ക് എന്ത് കാര്യമെന്ന് ചിന്തിച്ചവർ, നമ്മളും പണിക്ക് പോയാൽ നമുക്ക് ജീവിക്കാമെന്ന ലൈനിൽ കാര്യങ്ങളെ നോക്കിക്കണ്ടവർ, വാർത്തകളിൽ നിന്നും രാഷ്ട്രീയത്തിൽ നിന്നും സമരങ്ങളിൽ നിന്നും ബോധപൂർവം അകന്നു നിന്നിരുന്ന ഒരു മധ്യവർഗ സമൂഹം, അവർ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുകയാണ്. ജീവിതം കൂട്ടിമുട്ടുക്കുന്ന തത്രപ്പാടിനിടയിൽ രാഷ്ട്രീയം കേൾക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാകണമെന്നില്ല. പക്ഷേ അവരുടെ ഹൃദയത്തിൽ തട്ടുന്ന സാഹചര്യം വന്നാൽ ഏറ്റവും അവസാന മനുഷ്യനും തെരുവിലേക്ക് വരും. അവർ മനുഷ്യാവകാശത്തെക്കുറിച്ച്, ജനാധിപത്യത്തെക്കുറിച്ച്, മതേതരത്വത്തെക്കുറിച്ച് സംസാരിക്കുക തന്നെ ചെയ്യും. അവർ ചോദ്യങ്ങൾ ഉന്നയിക്കും, അവർ മുദ്രാവാക്യങ്ങൾ ഉയർത്തും. ഇപ്പോൾ നമ്മുടെ രാജ്യവും അത്തരമൊരു നിമിഷത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേ സാഹചര്യത്തിലാണ് രാജ്യത്തിൻ്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന മറ്റനേകം ഘടകങ്ങളെക്കുറിച്ച് കൂടി ചിന്തിക്കേണ്ടത്. പരീക്ഷാ പേപ്പർ കുഴപ്പത്തിലാക്കിയ അതേ ഭരണ സംവിധാനമാണ് വർഷങ്ങളായി രാജ്യത്ത് വോട്ടർ പട്ടികയെയും പൗരത്വ രേഖകളെയും തിരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് കേസെടുത്ത് ഭയപ്പെടുത്തുന്നത് കണ്ടില്ലേ? അതുപോലെ തന്നെയാണ് വർഷങ്ങളായി കേന്ദ്ര അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്തുകൊണ്ടിരുന്നത്. തെരഞ്ഞെടുപ്പിലെ കുതിരക്കച്ചവടം നടന്നിരുന്നത്, വ്യാജ ഏറ്റുമുട്ടലുകൾ പിറന്നിരുന്നത്. യൂണിഫോം പോലുമില്ലാത്ത ആളുകൾ പ്രതിഷേധക്കാർക്കിടയിൽ പ്രത്യക്ഷപ്പെട്ടത് കണ്ട് നമുക്ക് അസ്വസ്ഥത തോന്നിയിട്ടുണ്ടെങ്കിൽ, അധികാരത്തിൻ്റെ പേരിൽ നിയമത്തിനു പുറത്തുള്ള ശക്തിപ്രയോഗത്തെക്കുറിച്ച് ആശങ്കകൾ ഉയരേണ്ടത് ഇതേ സാഹചര്യത്തിലാണ്. എന്തുകൊണ്ട് ഇത്ര കാലമായി അങ്ങനെ ആശങ്ക ഉയർന്നിരുന്നുവെന്ന് മനസ്സിലാക്കാനുള്ള അവസരം കൂടിയാണിത്. തൊഴിൽ പ്രതീക്ഷകൾ തകരുന്നതിനെക്കുറിച്ച് മാത്രമല്ല, കോർപ്പറേറ്റുകൾക്ക് കുടപിടിക്കുന്ന അധികാരം കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. മുഖ്യധാരാ ചാനലുകളിലെ വളച്ചൊടിച്ച വാർത്തകൾ മുതൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ വ്യാജ വാർത്തകൾ വരെ സ്വയം സിറ്റിസൺ ജേർണലിസ്റ്റായി തിരുത്തേണ്ട സമയമാണിത്. പരീക്ഷാ പേപ്പർ ചോർന്നതിൻ്റെ പിന്നിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നത് പോലെ അതുപോലെ തന്നെയാണ് വിധി പ്രഖ്യാപിച്ചതിൻ്റെ പിറ്റേന്ന് നമ്മുടെ രാജ്യത്തെ കോടതികളിലെ ന്യായാധിപന്മാർ MP-മാരാകുന്നതും പാർട്ടി ചുമതലകൾ വഹിക്കുന്നതും നമ്മൾ കാണേണ്ടത്. ഇന്നലെ വരെ ഇതൊന്നും നമ്മുടെ വിഷയമല്ല എന്ന് പറഞ്ഞിരുന്ന ഒരച്ഛൻ ഇന്ന് സ്വന്തം മകൻ്റെ പ്രായമുള്ള കുട്ടികൾക്ക് നേരെ ബലം പ്രയോഗിക്കുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ നിശബ്ദനാകുന്നുണ്ട്. ഒരമ്മ സ്വന്തം മകളുടെ പ്രായമുള്ള വിദ്യാർത്ഥിനികൾ കരയുന്നത് കാണുമ്പോൾ വികാരാധീനയാകുന്നുണ്ട്. അവരോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കേണ്ട സമയമാണിത്. ലെനിൻ പറഞ്ഞതുപോലെ, നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ രാഷ്ട്രീയം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും എന്ന് ഉള്ളറിഞ്ഞ് ബോധ്യപ്പെട്ടിറങ്ങിയ സമരമാണിത്. അതുകൊണ്ട് തന്നെ ഈ മുന്നേറ്റത്തിൽ പ്രതീക്ഷയുണ്ട്. ഈ രാജ്യം ഒരു മാറ്റത്തിനൊരുങ്ങുന്നുവെന്ന തോന്നലുണ്ട്.